അതോടെ എന്റെ സ്വസ്ഥത ഇല്ലാതാകും. ഡോക്യുമെന്റ് നീ എടുത്തു വെച്ചിട്ട് ഒരു കാര്യമില്ല. എനിക്ക് തള്ളാൻ വേണ്ടി മൊബൈലിൽ ഞാൻ ഡോക്യുമെന്റിന്റെ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. എങ്ങനെ? നാളെ കോട്ടയത്തേക്ക് ഒരു ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാരത് ടൂർസ് ആൻഡ് ട്രാവൽസ് ഓണർ അർജുൻ ശ്രീധർ തന്നെ കാരുമായിട്ട് പോകും. കേട്ടാ? ബൈഡാ. അത് കൊള്ളാം. ഓ, എടി കുഞ്ഞേ, ഈ സിനിമയിലും സീരിയലിലും ഒക്കെ കാണുന്നത് പോലെ വിളക്ക് കൊണ്ടുവരുമ്പോ ദീപം 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 എന്ന് പറയണം. അപ്പോഴേ ഐശ്വര്യത്തിന് വന്ന് കയറാൻ ഒരു പഞ്ചുണ്ടാവൂ. ആഹാ, ഐശ്വര്യം വന്ന് കയറുന്നില്ലെങ്കിൽ ഒരു കാറ് വരുന്നുണ്ടല്ലോ. ഏട്ടൻ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ട് നിക്കുവാണല്ലോ. മക്കളെ, നീ കാർ എവിടെ നിന്ന് പൊക്കിയടാ? പൊക്കിയതൊന്നുമല്ല, ഇത് നമ്മുടെ സ്വന്തം കാറാ. ഇങ്ങോട്ട് മാറച്ച, ഞാൻ നോക്കട്ടെ. എന്റെ കുഞ്ഞെ, നോക്കാനും സമ്മതിക്കില്ല. നിങ്ങളെന്താ ഇങ്ങനെ നോക്കുന്നേ? കാറ് കണ്ടു, ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വിലയൊന്നും നോക്കിയില്ല, ചോദിച്ച കാശ് കൊടുത്ത് അങ്ങ് വാങ്ങിച്ചു. അയ്യോ മോനെ, ഇത് നമ്മുടെ കാറാ? അതെ അമ്മേ. അമ്മയ്ക്ക് സംശയം ഉണ്ടെങ്കിലേ നാളെ തന്നെ ഇതിന്റെ പുറകിലെ ഗ്ലാസ്സില് നമ്മുടെ പേരെടുത്ത് സ്റ്റിക്കർ ഒട്ടിക്കാം. അയ്യേ, അതൊന്നും വേണ്ട, അത് വൃത്തികേടാ. വേണ്ട. എന്തായാലും എനിക്ക് സന്തോഷായി. അമ്മ കൂടുതലേ സന്തോഷിക്കണ്ട. ഏട്ടൻ തള്ളുന്നതല്ലേന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. സത്യം പറയണം, ഈ കാർ അങ്ങനെ അന്വേഷിച്ച് പോലീസുകാർ വരൂടാ. പണ്ട് 1995 ഞാൻ CC പിടിക്കാൻ പോണ കാലത്ത് ഒരുപാട് കാറുകൾ ഇങ്ങനെ ഈ വീടിന്റെ ഉമ്മർത്ത് പാർക്ക് ചെയ്തിട്ടിരുന്നു. അതൊക്കെ പിന്നെ പോലീസുകാർ വന്ന് കൊണ്ടുപോകാറാണ് പതിവ്. അക്കൂട്ടത്തില് പോലീസുകാർ അച്ഛനെ കൂടെ കൊണ്ടുപോകായിരുന്നു പതിവ്. ഒരു CC പിരിക്കാൻ പോലും അറിയാത്ത ഗുണ്ടയാണെന്ന് നാട് മുഴുവൻ പാട്ടായിരുന്നു. പക്ഷെ ഈ കാറ് അതുപോലെ അല്ല, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. ഇത്രയും വലിയ കള്ളമൊന്നും എന്റെ മോൻ പറയില്ല. കാർ ഇവന്റെ തന്നെ. എന്തായാലും ഞാനൊന്ന് പരിശോധിക്കട്ടെ. ഇതെന്താ ഇതെന്താ? കാറ് വാങ്ങിയ സന്തോഷത്തില് ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു ഗിഫ്റ്റും വാങ്ങി. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? കാർ ആരുടെ ആയാലും ഗിഫ്റ്റ് അടിച്ചു മാറ്റിയതായിരിക്കില്ല. ഇങ്ങ് തന്നെ വാ അമ്മേ, നമുക്ക് തുറന്നു നോക്കാം. പ്രസന്റേഷൻ പാക്കറ്റില് ബോംബൊന്നും അല്ലല്ലോ അല്ലേ? അച്ഛനൊന്ന് പോയേ. എല്ലാരും ബോംബ് വയ്ക്കുന്നത് പ്രസന്റേഷൻ പാക്കറ്റിലല്ലേ? ശരി. ആ കിളി പോയോള് എന്തായിരിക്കും ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചിരിക്കുന്നത്? നീ എന്തെങ്കിലും ഒരു ചപ്പും ചവറും പ്രസന്റേഷൻ കവറിൽ നിറച്ചിട്ട് അങ്ങോട്ട് വാ. ചപ്പും ചവറും? അയ്യോ, ഞാൻ പറഞ്ഞത് ആ വട്ടുപണ്ട് അതുപോലെ അനുസരിച്ച് കാണും. എന്നെ ഞാൻ തന്നെ ചതിച്ചോ എന്റെ നാരദ ഭഗവാനെ. അയ്യോ, ചുരിദാർ, ഇതിന് ഒരുപാട് കാശായി കാണുമല്ലോ. ഞാൻ കൂടിയ ഡ്രസ്സൊന്നും വാങ്ങി തരുന്നില്ല എന്ന് നിനക്ക് പരാതിയായിരുന്നല്ലോ. അവിടെ നിന്ന് വിലയൊന്നും നോക്കില്ല. നിനക്ക് ചേർന്ന് പറഞ്ഞ കണ്ടപ്പോ പാക്ക് ചെയ്തോളാൻ പറഞ്ഞു. മോളെ, നീ പോയി ഇട്ടു നോക്ക്. എടാ,
ഇത് നിനക്കാണോ? നോ 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 ഷർട്ട് അച്ഛനാ. ആണോ? അതെ അച്ഛാ, അതിന് ഞാൻ വിലയൊന്നും നോക്കില്ല. ഞാനൊന്ന് ഇട്ടു നോക്കട്ടെ, വരുന്നേ. ഓ, എന്നാലും അച്ഛനും മീരയ്ക്കൊക്കെ നീ ചുരിദാർ ഉടുപ്പൊക്കെ വാങ്ങി. നീ എനിക്കൊന്നും വാങ്ങിയില്ലല്ലോ.